നമസ്തേ സ്വാമിജി. നമ്മൾ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ദശരഥൻ ചെയ്ത പിഴവുകൾക്ക് രാമൻ ത്യാഗം സഹിച്ചത് ശരിയാണോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അതിനെന്താ സ്വാമിജി മറുപടി? രാമൻ ദശരഥന് സംഭവിച്ച പിഴവ് രാമൻ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ രാമൻ അത് അനുഭവിച്ചത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ദശരഥന് ഒരു പിഴവ് സംഭവിച്ചു. വ്യാവഹാരികമായ തലത്തിൽ ദശരഥന് പിഴവ് സംഭവിക്കാൻ കാരണം കൈകേയിക്ക് വരം നൽകി അത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്നുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തത് വ്യാവഹാരിക ദൃഷ്ട്യാ വലിയൊരു ദോഷമാണ്. കാരണം മനുഷ്യ മനസ്സ് എപ്പോഴും മാറാം. ഇന്ന് മിത്രമായവർ നാളെ ശത്രുവാകാം. അപ്പോൾ നാളെ ആ വരം അവർ ദുരുപയോഗം ചെയ്തേക്കാം. അപ്പോൾ അതൊരിക്കലും വ്യവഹാരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ദശരഥനത് ചെയ്തു. അന്നത്തെ ആ പൂർണ്ണമായ വിശ്വാസത്തിൽ അത് ചെയ്തു. അത് പിന്നീട് പലതരത്തിലുള്ള ദശരഥന് തന്നെ ബുദ്ധിമുട്ടായി വന്നു. പക്ഷേ അത്തരം ഘട്ടത്തിൽ തൻ്റെ പിതാവിൻ്റെ ഒരു അബദ്ധമാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ അച്ഛനെ തള്ളാതെ ആ അച്ഛനെ സ്വീകരിച്ചുകൊണ്ട് അച്ഛൻ്റെ പിഴവിനെ മകൻ ആയ ഞാൻ പരിഹാരം കാണാം എന്നുള്ള നിലയിലുള്ള ഒരു വലിയ മനസ്സാണ് അവിടെ രാമനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് ഒരു വാക്ക് പോലും അച്ഛനെക്കുറിച്ച് മോശമായി പറഞ്ഞില്ല, അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞില്ല. മറിച്ച് അച്ഛൻ്റെ വാക്ക് എന്തു തന്നെയായാലും ഞാൻ പാലിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവിടെ അച്ഛൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാത്ത ആളല്ല രാമൻ. കാരണം രാമൻ അത്രയും വിവരവും അത്രയും കഴിവുള്ള ആളാണ്. പക്ഷേ അവിടെ അച്ഛനെ ആ സമയത്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇനി രാജാവായ അച്ഛൻ്റെ വാക്ക് പ്രാവർത്തികമാക്കേണ്ടതാണ് മകൻ്റെ ധർമ്മം. അതുകൊണ്ട് രാമൻ അതിനെ ശിരസാ വഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവിടെ മകൻ്റെ ധർമ്മം അവിടെ രാമൻ പരിപാലിച്ചു പൂർണ്ണമായിട്ട്.